ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിതിൽ എണ്ണ പലഹാരങ്ങളൊക്കെ നോമ്പ് തുറ സമയത്തൊക്കെ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഞാനിതിൽ കാണിക്കുന്നത്. നമ്മുടെ മീനടയുടെ റെസിപ്പിയാണ്, അഥവാ കൽമാസിൻ്റെ റെസിപ്പിയാണ് ഇതിൽ കാണിക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഉണ്ടാക്കാത്തവർ ഒരു തവണയെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അന്നത്തെ കുറച്ച് വീഡിയോസും കൂടി ഇതിൽ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് തന്നെ കോഴിയടയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരമുള്ള കോഴിയടയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കോഴിയട നമുക്ക് കുറേ കാലം എന്ന് പറയുമ്പോൾ 2-3 ആഴ്ചയൊക്കെ നമുക്ക് കേടാവാതെ തന്നെ ഇരിക്കുന്ന സ്നാക്കാണ്. അപ്പോൾ ഇത് നോമ്പ് ലാസ്റ്റ് വരെയൊക്കെ നമുക്ക് കുറേ അധികം ഉണ്ടാക്കി വെച്ചാൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ ആക്കി വെച്ചതിന് ശേഷം ഇനി ഇത് എണ്ണയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ നോമ്പുറക്ക് ഇത് ഇവിടെ കുമ്പളം വരകിയത് ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുമ്പളം വരകിയത് ചില നാട്ടിൽ വേറെ എന്തെങ്കിലും പേരായിരിക്കും, മധുരമുള്ളതാണിത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു കോഴിയടയുടെ എരിവുള്ളതും നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇത് മധുരമുള്ള ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കുറച്ചേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. ഇത് നല്ലോണം തണുത്തിട്ട് വേണം ബോട്ടിലാക്കിയിട്ട് വെക്കാൻ. അപ്പോൾ ഇത് കുറച്ചായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇവിടെ കഴിയും. അപ്പോൾ നമ്മുടെ മീനട കൊഞ്ചം വെച്ചിട്ടാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1.5 സവാള ചെറുതാക്കി കട്ട് ചെയ്തതാണ്. ഞാനിപ്പോൾ എണ്ണയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് കുറച്ചും കൂടി ഉപ്പും കൂടി ഈ ഒരു ഉള്ളിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കൊഞ്ചലിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ, ഉപ്പ്, മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കൊഞ്ചനാണ്. അപ്പോൾ മീനിൽ കൊഞ്ചലായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു മീനട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു കൊഞ്ചനൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്, ഒന്നങ്ങ് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഉള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തതും പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്കുള്ള മസാലയായിട്ട് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് ഗരം മസാല, മല്ലിപ്പൊടി, ഇതെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം നമുക്കിതെല്ലാം കൂടി ഇളക്കി കൊടുക്കാം. വെച്ചിട്ടുള്ള കൊഞ്ചന് നമുക്ക് ഈ ഒരു ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനടയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരി റെഡിയാക്കിയെടുക്കാം. ഇതൊക്കെ വേണ്ടി നമുക്ക് അരിപ്പൊടി എടുക്കാം. നല്ലോണം പൊടിഞ്ഞിട്ടുള്ള ഏത് അരിപ്പൊടിയും എടുക്കാം, പത്തിരിപ്പൊടി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 10ൻ്റെ നല്ലോണം പൊടിഞ്ഞിട്ടുള്ള അരിയാണ്. അപ്പോൾ ഏകദേശം ഞാനൊരു കപ്പ് അരി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആൾ കുറവായതുകൊണ്ട് നമുക്ക് 1 കപ്പേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു അരിപ്പൊടിയിലേക്ക് ആവശ്യമുള്ള നല്ല തിളച്ച വെള്ളം എടുക്കുക. ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഞാനിത് ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ കൂടെ നമുക്ക് 1/2 കപ്പ് തേങ്ങയും പിന്നെ 2-3 അല്ലി ചെറിയുള്ളിയും കുറച്ച് പെരിഞ്ചീരകം, പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒതുക്കിയെടുക്കണം. അതും കൂടി നമുക്ക് അരിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒതുക്കിയെടുത്താൽ മതി. ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒതുക്കിയെടുത്തിട്ട് നമുക്ക് ഈ ഒരു അരിയുടെ കൂടെ കൂട്ടിയിട്ട് നല്ലോണം എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിൽ നിന്നും നമുക്ക് വലിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുള എടുക്കുക. എന്നിട്ട് നമ്മൾ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എല്ലായിടത്തും ആക്കി കൊടുക്കുക. ഇത് പരത്തിയെടുക്കണം, കയ്യിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഉന്നക്കായുടെ ഷേപ്പിലാണിത്
ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ റൗണ്ടിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കൊഴക്കട്ടയുടെ ഈ ഒരു ഷേപ്പിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉന്നക്കായുടെ ഷേപ്പിലാകുമ്പോൾ ഒന്നും കൂടി ഇതൊരു നല്ലൊരു ഭംഗിയായിരിക്കും കാണാനും. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഇത് മടക്കി ഈ ഒരു ഉന്നക്കായൻ്റെ ഷേപ്പിൽ ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. എല്ലാ ഇതും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. മസാലയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റുള്ളത് ഒന്ന് ഞാൻ ബോൾ ഷേപ്പിലാക്കിയിട്ടുണ്ട്. അത് കുറച്ച് മാവുണ്ടായിരുന്നു, അപ്പോൾ അത് ബോൾ ഷേപ്പിലാക്കിയതാണ്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഇഡ്ഡലി പാത്രം വെച്ചിട്ട് ഇത് ഒന്ന് സ്റ്റീം ചെയ്താണ് വേവിച്ചെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് മതി. പെട്ടെന്ന് അത്ര 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടിക്കോളും. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ചൂട് പോയതിന് ശേഷമാണ് ഞാനിതിപ്പം പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഒന്നും കൂടി നമുക്ക് ടേസ്റ്റ് ആക്കണമെങ്കിൽ കല്ലുമ്മക്കായ പൊരിക്കുന്ന ഈ ഒരു രീതിയിൽ പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതുപോലെയാണ് ഇപ്പം ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഉപ്പ്, ഇതിൽ ആവശ്യമുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു മുളക് വെള്ളത്തിൽ നമ്മൾ ഇട്ടിട്ട് ഇതിന് ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മതി. അത് ഒഴിച്ചിട്ട് നമുക്കിത് മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ല, അതുപോലെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെയാകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ കല്ലുമ്മക്കായ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഏകദേശം ഉള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. സ്നാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് ചിക്കൻ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മീൻ ഇഷ്ടമില്ലാത്തവർക്ക് ചിക്കൻ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ജ്യൂസ് നമ്മുടെ മാംഗോ ജ്യൂസാണ്. നോമ്പ് തുറക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിടുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിടാനും വിട്ടുപോകരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.